നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഥവാ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താലെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഉറപ്പിക്കാം ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ചില ശുഭവാർത്തകൾ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു തുടക്കമാകാം, അല്ലെങ്കിൽ എന്തോ ഒരു നല്ല കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നതിനുള്ള സമയമായി എന്നുള്ളത് കാട്ടിത്തരുന്നതാകാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വളരെയധികം സ്നേഹസമ്പന്നനായ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ ആണെങ്കിലും വളരെയധികം സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കെതിരെ ആര് തന്നെ പ്രവർത്തിച്ചാലും അവരെ നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ എത്തിച്ചേരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ഇടയായത് പോലും ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കേണ്ടതാണ്. അത്തരത്തില് ചില പരീക്ഷണങ്ങൾ നേരിടുന്നു എങ്കിൽ ആ വ്യക്തികൾക്ക് കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് ഭഗവാന്റെ കൃപാകടാക്ഷം കാരണമാണ്. ആ ഒരു തടസ്സങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ഉത്തമ ബോധ്യം ഭഗവാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ്. ആരെയും തോൽപ്പിച്ച് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും എന്നും പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നതും വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ക്ഷമിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രതികരിക്കുവാനായിട്ട് പാടുള്ളൂ എന്നും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുന്ന സമയത്ത് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെക്കാൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ള ചില വ്യക്തികളെക്കാൾ വ്യത്യസ്തരാണ് എന്നുള്ളതാണ് വാസ്തവം. കാരണം പലപ്പോഴും സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ അർത്ഥമാക്കാം. പല അവസരങ്ങളിലും നിങ്ങൾ ഇപ്രകാരം സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ്. അത് ജീവിതത്തിൽ ഇപ്പോഴും തുടർന്നു പോരുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകതയായിട്ട് തന്നെ പരാമർശിക്കാവുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നിരവധിയാർന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും കാലതാമസമാണ് നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കാലതാമസം നേരിട്ടതിന് ശേഷമാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ നൽകുന്നു. അഥവാ പല കാര്യങ്ങളും ആഗ്രഹിച്ച സമയത്ത് നടന്നു കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതും കാണുവാൻ കഴിയുന്ന കാര്യമാണ്. ഏതൊരാഗ്രഹമായാലും നമ്മൾ കൃത്യസമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് വേണ്ടുന്ന സമയത്ത് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും ലഭിക്കുന്നുണ്ട്, എന്നിരുന്നാലും അത് കാലതാമസം നേരിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം വളരെ കാലത്തെ ആഗ്രഹത്തിനൊടുവിലാണ്, പ്രയത്നത്തിനൊടുവിലാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത് എന്നുള്ളത് പല ഘട്ടങ്ങളിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ആഗ്രഹിച്ചതായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിലും നിങ്ങൾ പരിശ്രമങ്ങൾ തുടരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. അത് നിങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഏതൊരു സാഹചര്യങ്ങളിലും തളർന്നു പോകാതിരിക്കുന്നതും അതുപോലെ തന്നെ ലഭിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രയത്നിക്കാൻ കാണിക്കുന്ന മനസ്സും ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള മനോബലം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അത്തരം ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ശുഭവാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. പലരിൽ നിന്നും പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ, ചതികൾ നേരിട്ടിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. മാനസികപരമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടും വളരെയധികം വിഷമതകൾ, പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ. വീട്, ജോലി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് ചില അനുകൂല ഫലം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക്
ഒരു യോഗം നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കാലതാമസം നേരിടുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അല്പം കാലതാമസം നേരിട്ടാൽ പോലും ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നതാണ് വാസ്തവം. ഇതിലും ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ട് എന്നുള്ളതാണ്. പലരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നത് നിങ്ങളുടെ പ്രത്യേകതയാണ്. ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും, അത് തൊഴിൽപരമോ മറ്റു കാര്യങ്ങളോ ആകാം, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തടസ്സങ്ങൾ തരണം ചെയ്ത് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. മനസ്സിൽ ഒന്ന് വച്ച് പുറമെ മറ്റൊരു കാര്യം, മറ്റൊരു സ്വഭാവം കാണിക്കുന്ന വ്യക്തികളല്ല എന്നതും നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും നൽകുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അത് നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഈ ഒരു സ്വഭാവം തന്നെയാണ് പലപ്പോഴും പലരും ചതിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതും നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പലരും ചതിക്കുവാൻ ഇപ്രകാരം നിങ്ങളെ ശ്രമിക്കുന്നു എന്നും പലപ്പോഴും അതിൽ നിങ്ങൾ വീണുപോകുന്നു എന്ന ഒരു സാഹചര്യവും ഉണ്ടാവാറുണ്ട്. കൂടെയുള്ളവർ അല്ലെങ്കിൽ ഉറ്റവർ നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയായിരിക്കും നിങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്നാൽ പിന്നീടായിരിക്കും ആ ഒരു ചതി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോഴേക്കും പല നഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ഒരുപാട് അവസ്ഥകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പലരോടും അല്ലെങ്കിൽ പലരും നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട്. അതിലൂടെ അല്ലെങ്കിൽ ആ അബദ്ധങ്ങളിലൂടെ പലപ്പോഴും ധനനഷ്ടവും മാനഹാനിയും വരെ ജീവിതത്തിൽ നേരിട്ട വ്യക്തികൾ തന്നെയാണ് നിങ്ങളിൽ പലരും. ഇനി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, അത് ആപത്താണ് എന്ന് സന്ദേശം നൽകുന്നു. അതായത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് നിങ്ങൾ. ഈ സമയം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്നും കാണുവാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ ഈശ്വര വിശ്വാസികൾ തന്നെയാണ്, അഥവാ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ തന്നെയാണ്. വളരെ വിശ്വാസത്തോടെ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിയും, അഥവാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചൊരിയും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്കായിട്ടുള്ള പരിശ്രമങ്ങൾ ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കാലതാമസം എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങളെ ഭഗവാൻ എത്തിച്ചിരിക്കും എന്നുള്ളതാണ്. സത്യസന്ധതയ്ക്ക് വളരെയധികം പ്രാധാന്യം ജീവിതത്തിൽ നൽകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പറയുന്നതായിട്ടുള്ള വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ടും സത്യസന്ധത പ്രകടമാകുന്നു എന്നതും വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ദൈവത്തിന് നിരക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടാത്ത ആളുകളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കുവാൻ വളരെയധികം മനസ്സുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ. ഭഗവാന്റെ ഒരു സാന്നിധ്യം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അതുതന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന കാര്യവും. നിങ്ങൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സന്ദർഭത്തിലും കഷ്ടപ്പാടുകൾ നേരിടുന്ന സമയത്തും നിങ്ങളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ തന്നെ പ്രവർത്തിക്കും എന്നതാണ് വാസ്തവം. വരാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻകൂട്ടി കാണുവാൻ സാധിക്കുന്ന വ്യക്തികളായിട്ട് മാറും. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പല കാര്യങ്ങളും അത്തരത്തിൽ നിങ്ങൾ കാണുന്നു എന്നതും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതും ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ജീവിതത്തിലെ ഇത്തരത്തില് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് ഇക്കൂട്ടർ എന്ന് തന്നെ പറയാം. ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ ചതിച്ചു എങ്കിൽ പോലും നിങ്ങൾക്ക് ക്ഷമയോടെ ഇപ്പോഴും അത്തരം ആഗ്രഹങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള പരിശ്രമങ്ങൾ
അത് വിജയത്തിലെത്തിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും എന്ന കാര്യം ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ പോലും സാധിച്ചത് എന്നുള്ളത് തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ പല കാര്യങ്ങളും ശുഭകാര്യങ്ങളും കടന്നു വരിക തന്നെ ചെയ്യും. നിങ്ങൾ ഭഗവാനിൽ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രമേൽ കടാക്ഷം ഭഗവാൻ നിങ്ങളുടെ മേൽ ചൊരിയുന്നുണ്ട്. അത്രമേൽ അനുഗ്രഹം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ ഒരു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിലെ പല സന്തോഷങ്ങളും നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴി എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു കിട്ടുന്നതാണ്. അതിലേക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നതാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ ആ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാവുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.